Hi everyone, welcome to SVK English classes. My name is Sunny Workike. ഫാക്കൽറ്റി ആൻഡ് ഫാക്കൽറ്റീസ് ഡിഫറൻസ് ഒന്ന് നോക്കാം. ഫാക്കൽറ്റീസിന് മൂന്ന് അർത്ഥമുണ്ട്. ഒന്ന് നമ്മുടെ നാച്ചുറൽ എബിലിറ്റി ടു സീ, ഹിയർ, തിങ്ക് ക്ലിയർലി, അല്ലെങ്കിൽ പർട്ടിക്കുലർ എബിലിറ്റി ഫോർ ഡൂയിങ് സംതിങ്. ഇതൊക്കെയാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ പറയാം. ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പ്ലൂറലായിട്ട് ഫാക്കൽറ്റീസ് എന്ന് ഉപയോഗിക്കാം. ഒരു ഫാക്കൽറ്റി കണ്ണുകൊണ്ട് കാണുക എന്നൊരു ഫാക്കൽറ്റി, കേൾക്കുക എന്ന് പറയുന്നത് വേറൊരു ഫാക്കൽറ്റി. ഇത് രണ്ടും കൂടി ആകുമ്പോൾ ഫാക്കൽറ്റീസ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഈവൺ അറ്റ് ദ ഏജ് ഓഫ് 90 he still had all his faculties. 90 വയസ്സിലും മിക്കവാറും എല്ലാ കഴിവുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കണ്ണുകൊണ്ട് കാണാനും കേൾക്കാനും സ്പർശിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാ സെൻസ് ഓർഗൻസും വർക്ക് ചെയ്തിരുന്ന അർത്ഥം. അനദർ എക്സാമ്പിൾ, പ്രൊഫസർ തോമസ് ഹാസ് എ ഗ്രേറ്റ് ഫാക്കൽറ്റി ഫോർ ലേണിംഗ് ലാംഗ്വേജസ്. ലാംഗ്വേജ് പഠിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടാകും പ്രൊഫസറിന്. ഷീ റിട്ടൈൻഡ് ഹെർ മെൻ്റൽ ഫാക്കൽറ്റീസ്. ആ മെൻ്റൽ ഫാക്കൽറ്റീസ് റിട്ടൈൻ ചെയ്യാൻ സാധിച്ചു അവൾക്കുന്നതാണ്. അത് ദ എബിലിറ്റി ടു തിങ്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. എവിടെ? ഷീ റിട്ടൈൻഡ് ഹെർ മെൻ്റൽ ഫാക്കൽറ്റീസ് until the day she died. മരിക്കുന്നവരെ അവളുടെ ഫാക്കൽറ്റീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു എന്നാണ്. അപ്പോൾ ഈ കേസിൽ ഫാക്കൽറ്റിയുടെ പ്ലൂറലായിട്ട് ഫാക്കൽറ്റീസ് ഉപയോഗിക്കാം. ഫാക്കൽറ്റി എന്ന് വെച്ചാൽ വേറെ രണ്ടാമത്തെ അർത്ഥം ദ ഹോൾ ടീച്ചിങ് സ്റ്റാഫ് ഓഫ് എ യൂണിവേഴ്സിറ്റി ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ഹോൾ ടീച്ചിങ് സ്റ്റാഫിനെ ഉദ്ദേശിക്കുന്ന ഫാക്കൽറ്റി. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം. ബോത്ത് ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻസ് ഒപ്പോസ് ദ മെഷേഴ്സ്. എന്തായാലും യൂണിവേഴ്സിറ്റി മെഷേഴ്സ് കൊണ്ടുവന്നു, അത് ഫാക്കൽറ്റിയും സ്റ്റുഡൻസും ഒപ്പോസ് ചെയ്തു. ഇവിടെ നമ്മുടെ ഫാക്കൽറ്റീസ് എന്ന് പറയാൻ പറ്റില്ല. അതുമായി ദ പ്രിൻസിപ്പൽ കൺവീൻഡ് ദ മീറ്റിംഗ് ഓഫ് ദ ഫാക്കൽറ്റി. ഫാക്കൽറ്റിയുടെ ഒരു മീറ്റിംഗ് കൂടി. ഇനി മൂന്നാമത്തെ ഒരർത്ഥം ഫാക്കൽറ്റി എന്ന് വെച്ചാൽ എ സ്പെസിഫിക് ആക്കഡമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ എ യൂണിവേഴ്സിറ്റി ഓർ കോളേജ്. ഒരു ഉദാഹരണം പറഞ്ഞ് ദ ഫാക്കൽറ്റി ഓഫ് ലോ. These students are doing degree in arts faculty. അപ്പോൾ മൂന്ന് ക്ലാസിക്കായിട്ടുള്ള ഡിഫറൻസാണ്. ഒന്ന് ഫിസിക്കലായിട്ടുള്ള അബിലിറ്റീസ്, മറ്റേത് ദ ഹോൾ സ്റ്റാഫ് ഓഫ് യൂണിവേഴ്സിറ്റി, പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. ഫിസിക്കൽ ക്വാളിറ്റീസും കഴിവുകളെയും പറ്റി പറയുമ്പോൾ മാത്രം ഫാക്കൽറ്റീസ് എന്ന് ഉപയോഗിക്കാം. മറ്റു രണ്ട് കേസുകളിലും ഫാക്കൽറ്റി എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. അത് പ്ലൂറലായിട്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യും.